ഒരു വലിയ മര ടേബിളിന് പുറത്ത് തുണി, വർണ്ണങ്ങൾ നിറഞ്ഞ നൂലുകൾ, പിന്നെ കത്രികയും ഉണ്ടായിരുന്നു. ഗോപാൽ ആ കത്രിക എടുത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പട്ടു തുണികൾ വെട്ടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അല്പം വിഷമത്തോടെയായിരുന്നു. അപ്പോഴാണ് ബ്രിജു ബട്ടൺസ് ഉള്ള ഡബ്ബ എടുത്തുകൊണ്ട് അകത്തേക്ക് വന്നത്. ഡബ്ബ അവന്റെ കയ്യിൽ നിന്നും വീണുപോയി. പിന്നെ എല്ലാ ബട്ടൺസും ഗോപാലിന്റെ ചെയറിലേക്ക് വിതറിക്കിടന്നു. ഗോപാൽ ദേഷ്യത്തോടെ കത്രിക എടുത്ത് വലിച്ചെറിഞ്ഞു. ബ്രിജു, എപ്പോഴും നീ എല്ലാത്തിനെയും വീണാക്കിക്കൊണ്ടിരിക്കുന്നു. നീ എന്താ ചെയ്തതെന്ന് കണ്ടോ? ഞാൻ രാജാവിടെ മന്ത്രിയെ പുതിയ കുർത്ത തയ്ക്കണമെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ നീ ഇവിടെ ബട്ടണിനെ വേസ്റ്റ് ചെയ്യുന്നു. നീ എപ്പോഴും ജോലിയിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. നീ എപ്പോൾ നോക്കിയാലും എന്നെ വഴക്ക് പറയുന്നു ഗോപാൽ. ഞാൻ അറിഞ്ഞ് ബട്ടനെ താഴെ ഇട്ടിട്ടില്ല. നീ തെറ്റായ രീതിയിൽ തുണി കട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടിരുന്നാൽ നമ്മളുടെ കടയുടെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഗോപാലിന് വീണ്ടും ടെൻഷൻ അധികമായി. അപ്പോഴാണ് ബ്രിജു ആ തുണി തന്റെ വശത്തായി വലിച്ചത്. ഗോപാൽ തിരിച്ചും ആ തുണി തന്റെ വശത്തേക്ക് വലിച്ചു. ഇങ്ങനെ രണ്ടുപേരും വലിച്ചു വലിച്ച് ആ തുണി നടുക്കു നിന്നും കീറിപ്പോയി. നീ കണ്ടോ? രാജായുടെ മന്ത്രിയുടെ വിലയുയർന്ന തുണി കീറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് ഉത്തരം പറയാനാ? നിന്റെ ഈ വാശി കാരണം നമ്മളുടെ വ്യാപാരത്തിനെ ക്ലോസ് ചെയ്യേണ്ടി വരുന്നു. നീ എനിക്ക് മോശമായ സുഹൃത്താണ്. ഗോപാൽ, തെറ്റ് നിന്റേതാണ്. നീ നിന്റെ ഇഷ്ടപ്പടിയാണ് നടക്കുന്നത്. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് വരെ നമ്മളുടെ കടയിൽ നഷ്ടം മാത്രമാണ് ഉണ്ടാവും. എനിക്ക് നിന്നോട് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. രണ്ടുപേരും മാറി മാറി വഴക്കിട്ടു. എന്നിട്ട് ജോലി പാതിയിൽ തന്നെ നിർത്തിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം ആ മാർക്കറ്റ് വളരെ ബിസി ആയിരിക്കുകയായിരുന്നു. ഗോപാലും ബ്രിജുവും ആ സ്ഥലത്തേക്ക് വന്നു. അവർ വന്ന് ഒരു ബെഞ്ചിലായി ഇരുന്നു. രണ്ടുപേരും ഇപ്പോഴും മാറി മാറി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രാജാവിന്റെ മന്ത്രി വിക്രം അവിടേക്ക് വന്നത്. അദ്ദേഹത്തെ കണ്ടതും ഗോപാലും ബ്രിജുവും എണീറ്റ് നിൽക്കുകയായിരുന്നു. ഗോപാൽ, ബിർജു, എൻ്റെ പുതിയ രാജകുർത്ത എവിടെയാണ്? നാളെ കൊട്ടാരത്തിൽ ഒരു വലിയ കൊണ്ടാട്ടമാണ്. എനിക്ക് ആ കുർത്ത ഇപ്പോൾ തന്നെ വേണം. എൻ്റെ പണി ശരിയായ സമയത്ത് നടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കടയെ മൂടിയേക്കും. ചേട്ടാ, ഞങ്ങളെ ക്ഷമിച്ചേക്ക്. ഞങ്ങൾ വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ തുണി നടുക്ക് കീറിയിട്ടുണ്ട്. ചേട്ടാ, ഞാൻ കാരണം തുണി കീറിയിട്ടില്ല. ഗോപാലാണ് തെറ്റായ രീതിയിൽ അതിനെ പിടിച്ച് ഇഴുത്തത്. വിക്രം കാണാൻ വളരെ ദേഷ്യത്തോടെയായിരുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം അവരെ നിർത്തി. നിങ്ങൾ തമ്മിലിരിക്കുന്ന വഴക്കുകൾ പറ്റി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഒരു ഒற்றுമയും ഇല്ല. നാളെ രാവിലെയോടെ എനിക്ക് ആ കുർത്ത കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ശിക്ഷ കിട്ടും. ഞാൻ കേട്ടിട്ടുണ്ട്, മലയുടെ അടുത്ത് ജുഡ്വാപൂർ എന്ന ഒരു മായ ഗ്രാമമുണ്ട്. അവിടെ ആൾക്കാർ സണ്ടയിടാതെ അത്ഭുതമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ചെന്ന് എന്തെങ്കിലും പഠിച്ചേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വിക്രം തിരിഞ്ഞു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ഗോപാലും ബ്രിജുവും മാറി മാറി നോക്കി നിന്നു. അവരുടെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. എന്നാലും വിക്രം പറഞ്ഞത് അംഗീകരിക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ഗോപാലും ബ്രിജുവും ജുലാപൂർ ഗ്രാമത്തിനെ നോക്കി അവരുടെ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലും രണ്ടുപേരും അവർക്കിടയിൽ ഒരു ദൂരം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോഴാണ് അവർക്ക് ഏതോ ഒരു മൃഗം ഗർജിക്കുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കണ്ടോ, ഒറ്റയ്ക്ക് ചെന്നാൽ എത്ര അപായമാണെന്ന്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ഗ്രാമത്തിലേക്ക് പോയി ചേരാൻ പറ്റില്ല. ശരി, ഈ പ്രാവശ്യം നീ പറയുന്നത് ഞാൻ കേൾക്കുന്നു. പക്ഷേ അവിടെ പോയതിനു ശേഷം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് എടുക്കും. ശരി, വരൂ, സമയം കളയണ്ട. രണ്ടുപേരും സമ്മതിച്ചു. എന്നിട്ട് ഒന്നിച്ചു നടന്നു പോകാൻ അവർ തുടങ്ങി. വൈകുന്നേരം ഗോപാലും ബ്രിജുവും ജുഹാപൂർ ഗ്രാമത്തിന്റെ വാതിൽക്കൽ വന്നെത്തി. അവിടെ കാണാൻ ഒരേപോലെ ഇരിക്കുന്ന ഇരട്ടകളെ അവർ കാണാനിടയായി. അവരാണ് ചരൺ പിന്നെ ശരൺ. ചരണും ശരണും ഗോപാലും ബ്രിജുവും ഗ്രാമത്തിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. എന്നിട്ട് അവരെ തടഞ്ഞു. ഞങ്ങളുടെ ഗ്രാമം ജുഡ്വാപൂരിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കൂ. നിങ്ങളുടെ മനസ്സിൽ കുറച്ചു പോലും സമാധാനമേ ഇല്ല. കാരണമില്ലാതെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാൻ ആർക്കും അനുമതിയില്ല. നിങ്ങൾ രണ്ടുപേരും കാണാൻ ഒരേപോലെയുണ്ട്. നിങ്ങളുടെ കുരലും ഒരേപോലെ തന്നെ ഉണ്ട്. ഞങ്ങൾ വലിയ കഷ്ടത്തിലാണുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിനെ പറ്റി അറിയണം. ഞങ്ങൾ രണ്ടുപേരും ഈ ഗ്രാമത്തിൻ്റെ രക്ഷകர்களാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒற்றுമയോടും സമാധാനത്തോടെ നടക്കും. നിങ്ങൾ ശരിക്കും ഇത് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കകത്ത് വരാൻ അനുമതിയുണ്ട്. ഗോപാൽ ബ്രിജു രണ്ടുപേരും അവർ പറഞ്ഞതിന് സമ്മതിച്ചു. അതിനുശേഷം ശരണും ചരണും
അവർ രണ്ടുപേരെയും ഗ്രാമത്തിനകത്തേക്ക് കയറ്റി. അടുത്ത ദിവസം ഗോപാലും ബ്രിജുവും ശരൺ പിന്നെ ചരണിനോടൊപ്പം ഗ്രാമത്തിൽ അവരുടെ ജോലികൾ നോക്കാൻ ചെന്നു. അവർ ഒരു സ്യൂട്ട് കടയുടെ അടുത്ത് നിന്നു. അപ്പോൾ നോക്കി, അവിടെ 2 ഇരട്ടകൾ ചേർന്ന് തറയിൽ ഒരു കമ്പളം നെയ്യുകയായിരുന്നു. അവർ മാറി മാറി സംസാരിച്ചതേയില്ല, എന്നാലും അവരുടെ ജോലി വളരെ ശരിയായിരുന്നു. ഇത് ശരിക്കും വളരെ അത്ഭുതമാണ്. രണ്ടുപേരും കുറച്ചു പോലും സംസാരിക്കാതെ ഇത്ര വലിയ കഷ്ടമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട്? ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ശരിക്കുമുള്ള മാന്ത്രികമാണ് ഗോപാൽ. ഇവിടെ 2 പേര് ചേർന്ന് ഒരു ജോലി ചെയ്യുമ്പോൾ അവർ 2 പേരും മാറി മാറി ആലോചിക്കുന്നേ ഇല്ല. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർ തമ്മിൽ പ്രശ്നങ്ങൾ വരില്ലേ? മനസ്സിൽ അഹങ്കാരവും സ്വാർത്ഥതയും ഉണ്ടെങ്കിൽ അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ മുൻപിലോട്ട് ഇരിക്കുന്നവരുടെ ജോലിക്ക് മര്യാദ തന്നാൽ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയും ഇതുപോലെ തന്നെ മാന്ത്രികമായിട്ടുണ്ടാവും. അവർ രണ്ടുപേരും ചെറിയ ആളുകളായി കരുതാതെ ഒന്നിച്ച് ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ഗോപാലിനും ബ്രിജുവിനും ആകെ നാണക്കേടായതുപോലെ തോന്നി. അതിനുശേഷം കരിക്ക് വിൽക്കുന്ന ഒരു കടയിലേക്ക് അവർ ചെന്നു. അവിടെ ഇരട്ടകൾ ചേർന്ന് ഒന്നിച്ച് കരിക്ക് വിൽക്കുകയായിരുന്നു. ഒരാൾ തേങ്ങ വെട്ടുകയാണെങ്കിൽ മറ്റൊരാൾ അത് ജനങ്ങൾക്ക് നൽകുന്നു. അതിനുശേഷം അവർ ഗ്രാമത്തിലെ പള്ളിക്കൂടം കണ്ടു. അവിടെ 2 ഇരട്ട പെണ്ണുങ്ങൾ ഗ്രാമത്തിലെ ഇരട്ടകളായിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പുസ്തകം വായിക്കുന്നു, പിന്നെ മറ്റൊരാൾ ബോർഡിലെല്ലാം എഴുതി അവരെ കാണിക്കുകയായിരുന്നു. ഇതുപോലെ അവർ ആ ഗ്രാമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചെന്നു. അവിടെ 2 ഇരട്ട സഹോദരങ്ങൾ ചേർന്ന് ഒത്തൊരുമയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജോലികൾ ചെയ്യുകയായിരുന്നു. വൈകുന്നേരം വരെ ഗ്രാമത്തിലുള്ള ഒത്തൊരുമ കാണിച്ചതിനു ശേഷം ശരണും ചരണും ഗോപാലിനെയും ബ്രിജുവിനെയും ഒരു തെക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സ്ഥലം കാണാൻ വളരെ വൃത്തിയുള്ളതായും ഭംഗിയായും ഇരുന്നു. അവരുടെ മുന്നിലായി തിളങ്ങുന്ന മാന്ത്രിക നൂലുകളും ഭംഗിയുള്ള തുണികളും വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള സമയമാണ്. മന്ത്രി വിക്രമിന് നിങ്ങൾ ഒരു കുർത്ത തയ്ക്കണം. ഇതൊന്നും സാധാരണ സാധനങ്ങളല്ല. ഇതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 2 പേരും ചേർന്ന് ശണ്ടയിടാതെ ഒരേ ആലോചനയോടെ ജോലികൾ ചെയ്താൽ ഈ സൂചി തന്നെത്താനെ വേഗമായിട്ട് ജോലി ചെയ്യും. ഇത് മോശമായ പരീക്ഷയല്ലേ? ഞങ്ങൾ ശ്രമിച്ചു നോക്കുന്നു. ഒരു പക്ഷേ ഞങ്ങൾ തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ഈ പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾ എപ്പോഴും ഒരു നല്ല ജോലിക്കാരായിട്ട് മാറാൻ പറ്റില്ല. നിങ്ങൾ 2 പേരും ചേർന്ന് ഈ കുർത്ത റെഡി ചെയ്യുന്നവരെ ഈ റൂമിനെ വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അതിനുശേഷം ചരണും ശരണും അവിടെ നിന്നും പോയി. അവർ ആ തയ്ക്കുന്ന സ്ഥലത്തിന്റെ കതക് മൂടി അതിനെ കുറ്റിയിട്ടു. ഗോപാലും ബ്രിജുവും മാറി മാറി നോക്കുകയായിരുന്നു. തുടക്കത്തിൽ അവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറച്ചു സമയത്തിന് ശേഷം അവരവരുടെ പണി തുടങ്ങി. ഗോപാൽ തയ്യൽ മെഷീനിലേക്ക് സൂചിയിട്ടു. എന്നിട്ട് തുണി വെട്ടാനായി തുടങ്ങി. മറുവശത്ത് ബ്രിജു ആദ്യം ബാസു ചെയ്യാനായി ശ്രമിച്ചു. 2 പേരും മാറി മാറി കത്രിക വലിക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കത്രിക പെട്ടെന്ന് ചൂടായി പോയി. പിന്നെ 2 പേരുടെ കൈകളും ചെറുതായൊന്ന് പൊള്ളി. പിന്നെ ആ തുണിയുടെ പ്രകാശവും കരിഞ്ഞു. ഇതെന്താ ഒരുപാട് ചൂടായിട്ടുണ്ട്? ബിർജു, നീ വീണ്ടും അത് തന്നെ ചെയ്യുന്നു. ഞാൻ പറയുന്നത് എന്തിനാ കേൾക്കാത്തത്? നീ എപ്പോഴും നിന്റെ ഇഷ്ടപ്പെടിയാണ് നടക്കുന്നത്. എല്ലാ മുറിവുകളും നീ തന്നെ എടുക്കുന്നു. നിന്റെ വാശി കാരണം ഈ നൂലിന്റെ നിറം മാറിയിട്ടുണ്ട്. 2 പേരും വീണ്ടും വഴക്കിടാനായി തുടങ്ങി. ഗോപാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ തുണി പിടിച്ചു വാങ്ങി. എന്നിട്ട് അദ്ദേഹം തനിച്ച് ആ തയ്യൽ മിഷനിൽ ചെന്നിരുന്നു. പക്ഷേ പെഡൽ ഒട്ടും തന്നെ അനങ്ങിയതേ ഇല്ല. എന്നെ കൊണ്ട് ഇതിനെ അണക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ഉണ്ടായാൽ നാളെ രാവിലെ വരെ നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോവും. വഴക്കിടുന്നത് നിർത്ത് ഗോപാൽ. നമ്മളുടെ പഴക്കത്തിനെ നമ്മൾ വിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവും. അവസാനം ഒരു വിധേന 2 പേരും തീരുമാനിച്ചു മാറി മാറി പറയുന്നത് അനുസരിക്കാമെന്ന്. എന്നിട്ട് ഒന്നിച്ച് പണിയെടുക്കാമെന്ന്. ബ്രിജു തുണി വെട്ടുന്ന ജോലിയൊക്കെ ചെയ്തു. മറുവശത്ത് ഗോപാൽ അത് തയ്ക്കാനുള്ള ജോലിയൊക്കെ ചെയ്തു. ഇപ്പോൾ മെഷീൻ വളരെ ഈസിയായി ഓടാൻ തുടങ്ങി. എല്ലാ ജോലികളും വളരെ പതുക്കെ പതുക്കെ നന്നായി നടന്നു. 2 പേരും ജോലി ചെയ്തുകൊണ്ടിരുന്നതിൽ അവർക്ക് സമയം പോയതേ അറിഞ്ഞില്ല. സമയം ഇരുട്ടായി എന്നുള്ളത് പോലും അവർക്ക് മനസ്സിലാക്കാനായില്ല. അവരുടെ മുഖം കാണാൻ വളരെ തളർന്നിരുന്നു. പിന്നെ ഇപ്പോൾ അവർ വഴക്കിട്ടില്ല. ഗോപാൽ ആ സമയം ഒന്ന് ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ തൊഴിൽ തുടങ്ങിയ ആ സമയം. അപ്പോഴൊക്കെ ബ്രിജു അദ്ദേഹത്തെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് ഓർത്തു നോക്കി. ബ്രിജു,
എന്നെ ക്ഷമിച്ചേക്കൂ. ഞാൻ എപ്പോഴും നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ ഇതുവരെ നിന്റെ ആലോചനയോ നിന്റെ ടാലന്റെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഇല്ല ഗോപാൽ, തെറ്റ് എന്റേതാണ്. ഞാനാണ് വാശി പിടിച്ചത്. നീ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്റെ വാശി കാരണം നീ പറഞ്ഞത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പോൾ രണ്ടുപേർക്കും അവരുടെ തെറ്റ് മനസ്സിലായി. മാറി മാറി അവർ മാപ്പും ചോദിച്ചു. ആ തുണിയിലുണ്ടായിരുന്ന തിളക്കം വീണ്ടും തിരിച്ചു വന്നു. രാജാവിന്റെ കുർത്ത വളരെ തിളക്കമുള്ളതും കാണാൻ വളരെ ഭംഗിയുള്ളതുമായി മാറി. ഇവിടെ നോക്കൂ ബ്രിജു, മാന്ത്രികം ജോലി ചെയ്തിട്ടുണ്ട്. ഡ്രസ്സുകൾ ഒരുപാട് തിളങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതെ അതെ, ജുഡ്വാപൂർ ഗ്രാമത്തിലെ ആൾക്കാർ എങ്ങനെ പണി ചെയ്യുന്നുണ്ടോ ഇനി നമ്മളും അതുപോലെ തന്നെ ചെയ്യണം. രണ്ടുപേരും തെളിഞ്ഞ മനസ്സോടുകൂടി വീണ്ടും അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മാറി മാറി അവർ വഴക്കിടുന്നതിനു പകരം മാറി മാറി അവരെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെ തുടർന്ന് ജോലി ചെയ്തുകൊണ്ട് ആ ദിവസം രാത്രി കടന്നുപോയി. അടുത്ത ദിവസം കതക് തുറന്നു. കതകിന്റെ പുറത്ത് സരനും ചരനും നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം മന്ത്രി വിക്രമും വന്നിട്ടുണ്ട്. അവർ കണ്ടപ്പോൾ ഗോപാലും ബിർജുവും ഒരു വശത്ത് കടന്നു ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ രാജകുർത്ത അവിടെ പാവയിൽ തൂങ്ങിക്കൊണ്ടിരുന്നു. അത് കാണാൻ ഒരുപാട് ഭംഗിയായിട്ടുണ്ട്. ചരനും ശരനും അകത്തേക്ക് വന്നു. പിന്നെ ഗോപാൽ ബിർജുവിനെ എഴുപ്പി വിട്ടു. ഇത് വളരെ അത്ഭുതമാണ്. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഭംഗിയുള്ള കുർത്താവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗോപാൽ, ബിർജു, സത്യത്തിൽ ഇത് തച്ചത് നിങ്ങൾ രണ്ടുപേരാണോ? ഇത് ഞങ്ങളുടെ അധ്വാനത്തിന് കിട്ടിയ ഫലനാണ്. പക്ഷേ ഈ ജോലിയെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. ജുഡ്വാപൂർ ഗ്രാമത്തിലെ ആൾക്കാർ ഞങ്ങൾക്ക് ഐക്യത്തിനെ പഠിപ്പിച്ചു. ശരിക്കുമുള്ള മാന്ത്രികം മന്ത്രക്കോളിലില്ല. ശരിക്കുമുള്ള മാന്ത്രികം രണ്ട് ആൾക്കാർ ഐക്യമാവുന്നതാണ്. എപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വാശി വിട്ടത്, ഞങ്ങളുടെ പണി അത്ഭുതമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ പരീക്ഷയിൽ മുഴുവനായിട്ട് വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ മാന്ത്രിക രഹസ്യം അറിഞ്ഞിട്ടുണ്ട്. ഐക്യമാണ് വലിയ മാന്ത്രികം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവാം. വിക്രം ആ കുർത്ത കയ്യിലെടുത്തു. എന്നിട്ട് സമ്മാനമായി സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സഞ്ചി ടേബിളിലായി വെച്ചു. അവർ രണ്ടുപേർക്കിടയിൽ വന്ന മാറ്റം കണ്ട് വിക്രം ഒരുപാട് സന്തോഷിച്ചു. ഗോപാലും ബ്രിജുവും വളരെ സന്തോഷത്തോടെ മാറി മാറി കെട്ടിപ്പിടിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം ഗോപാലും ബ്രിജുവും രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് അവരുടെ കട ഒത്തൊരുമയോടെ നടത്തി. സ്ഥലം കാണാൻ വളരെ വൃത്തിയുള്ളതായും മനോഹരമായും ഇരുന്നു. ഇപ്പോൾ അവർക്കിടയിൽ യാതൊരു വഴക്കോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബ്രിജു തുണി വെട്ടുന്ന ജോലി ചെയ്യുകയാണ്. മറുവശത്ത് ഗോപാൽ അത് തയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു. കടയിൽ ഗ്രാമത്തിലെ ജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ തുണികൾ തയ്ക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ജോലി വളരെ എളുപ്പമായിട്ട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. നമ്മളുടെ കടയുടെ പുറത്ത് കസ്റ്റമേഴ്സ് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ജുഡ്വാപൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഏതോ നമ്മളുടെ കയ്യിലും മാന്ത്രികം വന്നതുപോലെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ വഴക്കിടില്ല, ഐക്യമായിട്ട് ജോലി ചെയ്യും. പിന്നെ നമ്മളുടെ ഗ്രാമത്തിലേക്ക് ഗൗരവം ചേർക്കും. രണ്ടുപേരും മാറി മാറി സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും നോക്കുകയായിരുന്നു. പിന്നെ മാറി മാറി മര്യാദയോടുകൂടി അവരവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഭംഗിയുള്ള ഒരുപാട് വസ്ത്രങ്ങൾ തയ്ച്ചു. നമ്മുടെ കഥ ഇതോടുകൂടി അവസാനിക്കുകയാണ്.